26-ലും വില പോയില്ല. അദ്ദേഹത്തിന്റെ 87-ലെ തന്ത്രത്തിനന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിന്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും എന്ന UDFന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത്. മാത്രമല്ല, എത്ര നിസ്സാരമായിട്ടാണ്, എത്ര മോശമായിട്ടാണ് ജനവിധിയെ CPM വിലയിരുത്തുന്നത്. CPMന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്, MM മണി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി ശാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു. ഇതെല്ലാം വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു. ആരെങ്കിലും ചായ വാങ്ങിത്തന്നാൽ മര്യാദ കാണിക്കണം. ഇതാണ് മുതിർന്ന CPM നേതാക്കൾ. CPM നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്നല്ല ആർക്കും ഔദാര്യം കൊടുക്കുന്നത്, സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത്. ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത്. ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റാണ്. ഇവര് കേരളത്തിലെ സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച ഗവൺമെന്റാണ്. എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്നെടുത്ത് കൊടുത്താണ് ഇതെല്ലാം. എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമര്യാദയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.